നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറായി. ഇതൊരു പാകിസ്ഥാനി ഡിഷാണിത്. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കനാണ്. ഇത് ബോൺലെസ് ചിക്കൻ വേണമെന്ന് തന്നെ ഇല്ല, സാധാരണ എല്ലുള്ള ചിക്കൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ ബോൺലെസ് ചിക്കനാണ്. 1/2 കിലോ ബോൺലെസ് ചിക്കനിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കാശ്മീരി ചില്ലി, 1/4 കപ്പ് തൈര്, പിന്നെ ചിക്കന് ആവശ്യമുള്ള ഉപ്പും. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ കൂടെ ചേർക്കാം ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാരങ്ങ ചേർക്കണില്ല. ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചേക്കാം. അതും ഒരു കടായി ചൂടാക്കാൻ വെക്കുക. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇതൊരു മീഡിയം സവാളയാണിത്. ഈ മീഡിയം സവാള ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞേക്കാണ്. ഇത് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ബ്രൗൺ ആക്കി എടുക്കുക. നമ്മൾ ബിരിയാണിയുടെ മുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സവാള വറുക്കത്തില്ലേ, അതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വേണം വറുക്കാനായിട്ട്. സവാള നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആക്കി എടുക്കണം. നമ്മളിപ്പം ബിരിയാണിയൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കത്തില്ലേ, അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ സവാള വറുത്ത് വെച്ച എണ്ണ തന്നെയാണ്. അതിലേക്ക് 2 നല്ല വലിയ തക്കാളിയാണ്. വലിയ തക്കാളി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തേക്കുക. അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം തക്കാളിയാണെങ്കിൽ 4 എണ്ണം വേണം. ഇതിപ്പോൾ നല്ല അത്യാവശ്യം നല്ല വലിയ തക്കാളിയാണ്, അതുകൊണ്ട് ഞാൻ 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. ഈ തക്കാളിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ അതിൽ ചിക്കനിലും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തക്കാളിക്ക് മാത്രമുള്ള ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടി ഇടുമ്പോൾ തക്കാളി പെട്ടെന്ന് വെന്ത് വരും. ഇനി ഇതൊന്ന് തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം. ഇതൊരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് ഇത് തക്കാളി സോഫ്റ്റായിട്ടുണ്ടാവും. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിങ്ങനെ ചിക്കൻ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ഇട്ടതാന്നു. പത്ത് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുക. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇതിലിപ്പോൾ തക്കാളിയുടെ വെള്ളം ഗ്രേവി ഉണ്ടാവും, പിന്നെ തൈരിൻ്റെയൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം കൊണ്ട് ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിത് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇതിപ്പം പാത്രം അടച്ചു വെച്ച ശേഷം നല്ല ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. നല്ലപോലെ ലോ ആക്കി വെക്കുക. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ തുറന്നൊന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത്, ഞാൻ എടുത്തേക്കണ കുറച്ച് മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ്, അതിങ്ങനെ ജൂലിയനായിട്ടാണ് അരിഞ്ഞേക്കണത്. അപ്പോൾ ഇതിലേക്ക് അങ്ങ് ചേർക്കാം. കുറച്ച് മല്ലിയില, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഇഞ്ചി ജൂലിയനായിട്ട് അരിഞ്ഞത്. നമ്മളിവിടെ സവാള വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ. ആ സവാളയും ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല കളർഫുള്ളായിട്ടുള്ള കറിയാണിത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുക. ഗരം മസാല എപ്പോഴും ലാസ്റ്റ് ചേർക്കുക. നേരത്തെ ഞാൻ കഷ്ടി ചില്ലി 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കഷ്ടി ചില്ലി ഒരു 1/2 ടീസ്പൂൺ കൂടി ഇടാം അതിനകത്ത്. അത് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ടാണ് ചേർക്കുന്നത്. ഇപ്പം എനിക്കിവിടെ എൻ്റെ ഹസ്ബൻഡിന് എരിവ് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനൊരു 1/4 ടീസ്പൂൺ കഷ്ടി ചില്ലി ചേർത്തേക്കുന്നത്. പിന്നെ പച്ചമുളക് ഇന്നിപ്പോൾ ഇട്ടിരിക്കുന്ന പച്ചമുളകിന് എരിവും കുറവാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വേകട്ടെ. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ചിക്കൻ കറായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.